ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അനിയന് ദുബൈയിൽ നിന്ന് വന്നത് മുതൽ കുറച്ച് വീഡിയോസെല്ലാം ബാക്കിയുണ്ട്, അപ്പോൾ അതെല്ലാം ഇടാമെന്ന് വിചാരിച്ച്. അനിയന് കുറച്ച് സർപ്രൈസ് ആക്കിയിട്ട് തന്നെ വന്നത് കേട്ടോ. എയർപോർട്ടിൽ എത്തിയതിനു ശേഷം പറഞ്ഞത് വരുന്നുണ്ടെന്ന്. 10 ദിവസത്തേക്ക് ഓനൊരു ലീവിന് വന്നത്. അങ്ങനെ ഇപ്പോൾ അനിയന് വന്നിട്ട് കെട്ടെല്ലാം പൊട്ടിക്കുന്നത്. എൻ്റെ സീനും ആദമിനുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇങ്ങനെ ദുബൈയിലത്തെ കെട്ടെല്ലാം പൊട്ടിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സവാദും മിഷാനും സെയിനും ആദവും ഓരോ ചാച്ചാൻ്റെ ഒക്കെ എൻ്റെ കെട്ട് പൊടിക്കുന്നുണ്ട്. ഒരു ചാച്ചാന്ന് വിളിക്കലൊക്കെ പേരുന്നത് നമ്മൾ കാസർഗോഡ് അങ്ങനെ ചാച്ചാന്ന് വിളിക്കല്ലോ ഉമ്മാൻ്റെ ആങ്ങളിനെ. അങ്ങനെ കെട്ടുപിടിക്കുന്ന സന്തോഷത്തിലുണ്ട് പിള്ളേർ. ഞങ്ങൾക്ക് പണ്ടത്തെ ഓർമ്മയാണ്, ചെറുത് മുതലേ ഞങ്ങൾക്ക് നല്ല ദുബൈയിൽ നിന്ന് വന്നിട്ട് കെട്ടുപൊട്ടിക്കുന്നത് നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവർ എപ്പോഴും നമ്മളൊരു ഓർമ്മയുണ്ട് ഒരു കാര്യം കെട്ടുപൊട്ടിക്കുന്നതല്ല. എൻ്റെ കാക്ക ദുബൈയിൽ, ഉപ്പ ദുബൈയിൽ, ആപ്പ മൂത്ത അങ്ങനെ എല്ലാവരും ദുബൈയിൽ തന്നെ. അപ്പോൾ നമ്മൾ കാസർഗോഡ് അങ്ങനെയാണല്ലോ, എല്ലാവരും അധികം ദുബൈയിൽ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് കെട്ടുപൊട്ടിക്കുന്ന സെയിനുക്ക് ഇതിൽ കിട്ടുമ്പോൾ സന്തോഷം കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മയാണ്. കാക്കാതെ ഇങ്ങനെയെല്ലാം കൊണ്ടുവരും. പണ്ട് മുതലേ ചെറുത് മുതലേ നമുക്ക് പണ്ടെല്ലാം ഇങ്ങനെ കൊണ്ടുവരുന്നു. എല്ലാവർക്കും ഓരോരോ സാധനങ്ങൾ കൊടുക്കുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെ. എല്ലാം പിള്ളേർ ഭയങ്കര ഹാപ്പി. ഞാനും കബീറും കഴിഞ്ഞ പോലെ ഒന്നിച്ചിട്ട് വന്നത്. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കബീർ ദുബൈയിൽ നിന്ന് ജോയിൻ ചെയ്ത് ഒന്നിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഫസ്റ്റ് എനിക്ക് കബീർ ഇങ്ങനെ വരുന്നതും ഇങ്ങനത്തെ ഇതിൽ ഫസ്റ്റ് അവന് ഞാൻ അമേരിക്ക പോയതിന് ശേഷമാണ് ദുബൈ പോയത്. അപ്പോൾ ഓന് അധികം ഇങ്ങനെ മുട്ടായി എന്നെ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു. മുട്ടായി ഇങ്ങനെ തന്നെ അധികം കൊണ്ടുവരില്ല. പിന്നെ എന്തെല്ലാം ദുബൈയിൽ നിന്ന് എല്ലാവരും കൊണ്ടുവരുന്ന പോലെ അങ്ങനെ സാധനമൊന്നും കൊണ്ടുവരില്ല. അധികം മുട്ടായി നട്സ് അങ്ങനെ തന്നെ അവന് കൊണ്ടുവരൽ. കഴിഞ്ഞ പോലെ കബീറിൻ്റെ മംഗലത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് അങ്ങനെ പൊട്ടിച്ചതൊന്നും ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു നമുക്കൊരു ഒരു എൻജോയ് ആക്കാൻ പറ്റിയിട്ട് ഇതിൽ ഞങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ഇങ്ങനെ കെട്ടുപൊട്ടിക്കുന്നതും അതിങ്ങനെ നോക്കുന്നതെല്ലാം ഞങ്ങൾ എൻജോയ് ആക്കുന്നുണ്ട്. ഞാനും ബൽക്കി അൻഷി എല്ലാവരും ഉണ്ട്. ബൽക്കി വന്നിന് കബീർ വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കാസർഗോഡുള്ള ആൾക്കാർക്ക് ഇതെല്ലാമൊരു ഞാൻ ഇത് കാണുമ്പോൾ അവർക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. അങ്ങനെ നമ്മളിടല്ലേ അധികം എല്ലാവരും ദുബൈയിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാം കൊണ്ടുവരലും മുട്ടായും ഇതെല്ലാം. ഈ ഒരു കൊട്ട ഭയങ്കര ടേസ്റ്റ് ഇട്ട് ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത് ഓന് കൊണ്ടുവന്നിട്ട്. കഴിഞ്ഞ കൊല്ലം ഓന് വരുമ്പോഴേ ഇത് കൊണ്ടുവന്നിട്ട് ഭയങ്കര ടേസ്റ്റ്. അത് ആദ്യമാണെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം എൻജോയ് ആക്കുന്നുണ്ട്. അവരൊരു മുട്ടായി എടുക്കുന്നതും എനിക്ക് അങ്ങനെ വലിയ അറിയൊന്നുമില്ല. എന്നെങ്കിലും എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കൗതുകം. കബീർ പിള്ളേർക്കെല്ലാം ഡ്രസ്സും കളിക്കുന്നതും എല്ലാം കൊണ്ടുവന്നതിന്. പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ അധികം ഇങ്ങനത്തെ മുട്ടായി ഇങ്ങനെ തന്നെ. അങ്ങനെ നമ്മൾ ഇതെല്ലാം എടുത്ത് വെക്കുന്ന തിരക്കിലുണ്ട്. നമുക്കിവിടെ അത്ര തന്നെ പുരയുണ്ട് കേട്ടോ. ഇതെല്ലാം കൊടുക്കാൻ ചുറ്റിലും കുറച്ചും പുരയുണ്ട്. നമ്മളെ ഫാമിലിയെല്ലാം ഇവിടെ തന്നെ ഉള്ളത്. ലാസ്റ്റ് ഇത് ഹോർലിക്സ്, ചായപ്പൊടി ഇങ്ങനത്തെ സാധനമെല്ലാം കുറവനെ കൊണ്ടല്ലോ. പിന്നെ നട്ട്സ് അതിന് ഓതിയൊക്കെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം ഫാമിലിയെല്ലാം ചുറ്റിലാണ്. പിന്നെ നമുക്ക് അയൽക്കാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായിടത്തിലേക്കും കൊടുക്കണം. അപ്പോൾ അതിനകത്ത് ഓതിയൊക്കെ നട്ട് കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഓതി വെച്ചിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഭാഗ്യം ഇങ്ങനെ കിട്ടും. എന്തായാലും എല്ലാവർക്കും ഓതി വെച്ച് ലാസ്റ്റ് ഇതായി കുപ്പൂസ് ബാക്കി വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഹമ്മൂസ് ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹമ്മൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹമ്മൂസ് ആക്കിയിട്ട് അതൊരു നല്ല കോമ്പിനേഷനാണ്. ഹമ്മൂസും കുബൂസും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹമ്മൂസ് റെഡിയായി. ഇതിലേക്ക് അൽഫാം ഓർഡർ ചെയ്തിട്ട് അൽഫാമും ഹമ്മൂസും കുബൂസും ഭയങ്കര ടേസ്റ്റ് തന്നെ. ഈ കുബൂസ് നമ്മൾ ആവി വെച്ചിട്ട് എടുത്തിട്ട് തിന്നണം, നല്ല ടേസ്റ്റ് തന്നെ, അടിപൊളിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ ചെറുക്കലത്തേക്ക് വന്നിട്ടുണ്ടതിന്. അവിടെ ഒരു ഫുഡ് കോർട്ട് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ കുഞ്ഞു ഇങ്ങനത്തെ ഷോപ്പെല്ലാം കഫെയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. കുറേ ആൾക്കാർ നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടതിന്. അങ്ങനെ വന്നിട്ട് എന്തെല്ലാം വേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ബൽക്കി അൻഷി ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഉപ്പാവും എല്ലാവരും ഉണ്ട്. ഇത് ചെറുക്കലത്തെ ഫസ്റ്റ് വരുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം കിട്ടണമെങ്കിൽ കാസർഗോഡേക്ക് എത്തണം. അപ്പോൾ ഞങ്ങൾക്ക് ചെറുക്കലത്ത് വന്നതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര എളുപ്പമാണ്. നല്ല അടിപൊളിയുണ്ട് കേട്ടോ. ഫുഡും നല്ല ഉണ്ടായിന്, കാണാനും നല്ല ഉണ്ടായിന്. ഞങ്ങളിപ്പോൾ എന്തെല്ലാം വേണമെന്നെല്ലാം ഫിക്സ് ആക്കി എടുത്ത കുറേ ഷോപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞെല്ലാം ഐസ്ക്രീമിൻ്റെ ഐസിൻ്റെ എല്ലാം കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഷോപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാം കിട്ടുന്നുണ്ട്. ലോഡഡ് ഫ്രൈസും മോമോസ് അങ്ങനെ എല്ലാം ഈ ഭാഗത്ത് കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ട് വാഫറിൻ്റെ ഒരു ഷോപ്പുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി ഒരു സ്ഥലം തന്നെ. കാസർഗോഡ് ഇങ്ങനെ ഒന്നുണ്ട് കൊഞ്ചി പാർച്ച എന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ഇങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഇല്ല. അപ്പോൾ ഇവിടെ ഫ്രൈഡ് ചിക്കനും കൂടെ ഉള്ളത് കൊണ്ട് അതൊരു നല്ലൊരു, നമുക്ക് എല്ലാവർക്കും ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ല. അപ്പം എല്ലാം നമുക്ക് മിക്സ് ആക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം മിക്സ് ആയിട്ട് തന്നെ പറഞ്ഞത്. ഇവിടുന്ന് കുറച്ച് ആടുന്ന് കുറച്ച് അങ്ങനെ എല്ലായിടത്തു നിന്നായിട്ട് കുറച്ച് പറഞ്ഞത്. ലോഡഡ് ഫ്രൈസ് എന്തായിട്ടും എടുക്കുമല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നമുക്കും ഭയങ്കര ഇഷ്ടമാണ്, സൈനുവിനെല്ലാം ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മൾ ക്ലബ് സാൻഡ്വിച്ചും വന്നിട്ടുണ്ട്, അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫ്രൈസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ എടുത്തത് മോമോസ്, ഡൈനാമിക് മോമോസ്, പിന്നെ ചിക്കൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ഫുഡും വന്ന് ഫ്രൈഡ് ചിക്കൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റടുത്ത് നിന്ന്. ഈ ഭാഗത്തു നിന്നെല്ലാം വന്നപ്പോൾ ഇതെല്ലാം കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ജ്യൂസും എടുത്തിട്ടുണ്ട്. പറഞ്ഞല്ലോ ചിക്കൻ ജ്യൂസ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടം. സെയിനെല്ലാം എൻ്റെ തന്നെ ആൾ. അപ്പോൾ ചിക്കൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. സെയിന് ഭയങ്കര ഹാപ്പി. സെയിനൊക്കെ ഇഷ്ടം ഇങ്ങനെ പുറത്ത് വന്ന് ഫുഡ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് ചിക്കൻ ജ്യൂസ്, പിന്നെ ഫ്രൈഡ് ചിക്കന്, ഫ്രൈസ് അങ്ങനെ എല്ലാം ഇഷ്ടം. ആദമിന് അത്യാവശ്യം എല്ലാം കൊടുക്കാൻ തുടങ്ങിന്. ഒരു വയസ്സ് അങ്ങനെ ചെറുതായിട്ട് എല്ലാം കുറച്ച് കൊടുക്കാൻ തുടങ്ങിന്.
സെയിനാണെങ്കിൽ ചെറുത്ത് മുതലേ എല്ലാം കൊടുക്കുന്നുണ്ട് അതിന്. അങ്ങനെ ഇപ്പോൾ ഓരോന്നേ വന്ന് ഓരോന്നേ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഭയങ്കര ടേസ്റ്റ് തന്നെ ഉണ്ടായത്. ലോഡഡ് ഫ്രൈസ് ആണെങ്കിലും ക്ലബ് സാൻഡ്വിച്ച് ആണെങ്കിലും ഡൈനാമിക് മോമോസ് മാത്രം കുറച്ച് സോഫ്റ്റ് ആയ പോലെ തോന്നിയിട്ട് ബാക്കിയെല്ലാം സൂപ്പർ തന്നെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫ്രൈഡ് ചിക്കനും കൂടെ വന്ന്. സെയിനുവിൻ്റെ ഫേവറേറ്റ് ആണ് ഫ്രഞ്ച് ഫ്രൈസ്. ചെറുത് മുതലേ സെയിനുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഫ്രൈഡ് ചിക്കൻ. ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടം ഫ്രൈഡ് ചിക്കന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങളൊരു മിൻറ്റ് ലെമണേഡ് എടുത്തിട്ടുണ്ടായിന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ബോബാട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ എടുത്ത്. ബോബാട്ടി വിചാരിച്ച പോലത്തെ അല്ല, നമുക്ക് അമേരിക്കയിലെല്ലാം ബോബാട്ടി എൻ്റെ ഫേവറേറ്റ് എടുത്തിട്ട് അപ്പോൾ ആ ഒരു ഇതല്ല, ഒരു വേറെ തന്നെ ടേസ്റ്റ്. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു വാഫറും കൂടെ എടുത്ത്, ലോട്ടസ് ബിസ്കോഫ് ആയിരുന്നു ഇതിൻ്റെ ഫ്ലേവർ. പിന്നെ ലാസ്റ്റ് ഒരു പാനിപൂരിയും കൂടെ എടുത്ത്. ഇത് അപ്പുറത്തുണ്ടായൊരു ഷോപ്പിൽ ആ ഭാഗത്ത് തന്നെ അതും കൂടെ എടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലുണ്ടായതാണ് ഉപ്പിലിട്ട ഐറ്റംസ്. ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവുമല്ലേ. ഇതിലെല്ലാ ഐറ്റംസ് ഉണ്ട്. മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, അമ്പട്ട, അങ്ങനെ എല്ലാം. അമ്പട്ട ഞങ്ങൾ കാസർഗോഡ് അമ്പട്ട എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓറഞ്ച്, കക്കിരി, അങ്ങനെ എല്ലാം. അപ്പോൾ ഞങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് നടന്നില്ല, എന്നെങ്കിൽ ഓരോന്നെല്ലാം എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. മിങ്ങി പൈനാപ്പിൾ എല്ലാം എൻ്റെ ഫേവറേറ്റ് ആവേ. ഇങ്ങനെ മുകളിലിട്ടതുണ്ടായിരുന്നു, ഉപ്പിലിട്ടതുണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഇത്രയും നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് വന്ന്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു വിരുന്നാവേ. ഏട്ടത്തി അനിയന് ദുബൈയിൽ നിന്ന് വന്നിട്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയ ഫുഡെല്ലാം. വൈകിട്ടത്തെ ചായയും തുടങ്ങുന്ന മുട്ടപ്പപ്സും സമൂസയും ഉണ്ടാക്കിയ ചായക്ക്. രാത്രിത്തെ ഫുഡിന് ഇടികോയി വെച്ചിട്ട് ഒരു കറിയാക്കുന്നുണ്ടോള്. പിന്നെ മന്തിക്കുള്ള മസാല ഇട്ടിച്ചിന് ചോറ് റെഡി ആയിന്. ചിക്കൻ ചിള്ളിക്കുള്ള കോഴി കാച്ചുന്നുണ്ട്. പിന്നെ ഊത്തപ്പം ഉണ്ടാക്കുന്നുള്ളൂ. ഊത്തപ്പം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് മല്ലിച്ചപ്പിൽ ഇട്ട് കൊടുത്തതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഊത്തപ്പം ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇടികോയിൻ്റെ കറി റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളൊരു റൊട്ടി ഉണ്ടാക്കിന്, യമൻ്റെ റൊട്ടി എന്നാണ് എൻ്റെ പേര് പറഞ്ഞതോള്. പിന്നെ മന്തിയുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില്ലി ചിക്കൻ റെഡി ആയിന്. പിന്നെ കുറച്ച് സാലഡും മുറിച്ചിട്ട് ഫുഡെല്ലാം വിളമ്പാൻ തുടങ്ങി. ഇടികോയി ഊത്തപ്പോലെ കാണാൻ എന്തോ ഒരു പാങ്ങ് തന്നെ. അങ്ങനെ ഇപ്പോൾ ഫുഡെല്ലാം വിളമ്പിയിട്ട് വെച്ച്. എല്ലാ ഫുഡും കാണാൻ മാത്രമല്ല തിന്നാനും നല്ല പാങ്ങുണ്ട്. ഏട്ടത്തിൽ നല്ല ഫുഡ് ഉണ്ടാക്കും, എല്ലാ ഫുഡും അടിപൊളിയായിന്. പിന്നെ ഈ മന്തിൻ്റെ ചട്നി എല്ലാം ഓളന്നെ ഉണ്ടാക്കിയ, മയണൈസും ചട്നി എല്ലാ ഫുഡും ഓളന്നെ ഉണ്ടാക്കിയത്. ഫുഡ് കഴിഞ്ഞിട്ട് ഡെസേർട്ട്, പൈനാപ്പിൾ പുഡിങ്, കസ്റ്റഡ്, ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ, മിൽക്ക് കേക്ക്, ഫ്രൂട്ട്സ് എല്ലാം ബൽക്കിനാക്കിയത്. ഇത് ബൽക്കിൻ്റെ പുരയിലുണ്ടായി വരുന്നവ കെബീറിന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരായിട്ട് ഫുഡ് കഴിച്ച്. പിന്നെ നമ്മളവിടെ പോയിക്കാനും ഞാൻ കെബീറിന് വിരുന്നാക്കി. ഏട്ടത്തിൻ്റെ വിരുന്ന് കഴിഞ്ഞപ്പാട് അപ്പം അതിൽ ഞാൻ വൈകുന്നേരത്തെ ചായയൊക്കെ ഉണ്ടാക്കിയത്. ഇത് ഉന്നക്കായി, പിന്നെ കായ് നിറച്ചത്. പഴം നിറച്ചത് ഞങ്ങൾ കാസർഗോഡ് കായ് എന്ന് പറയില്ല പഴത്തിന്. അപ്പം കായ് നിറച്ചത് അതിലേക്ക് പണ്ട് തൊട്ടിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കായ്പോള ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കട്ട്ലറ്റും കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബനാന ബോള ഇത് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് തന്നെ ഒരു ഫേവറേറ്റ് ഐറ്റം ഈ ബനാന ബോൾ. അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയായി. കായ്പോളയും കട്ട്ലറ്റും ഉന്നക്കായും കായ് നിറച്ചതും അല്ല ബനാന ബോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ചായ കുടിച്ച് ചായ കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഫുഡിനുള്ള റെഡിയാക്കുന്നുണ്ട്. ഞാൻ മട്ടൻ കുറുമാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ പള്ളിക്കറി ആക്കിയിട്ടുണ്ട്. പിന്നെ പത്തൽ ബൽക്കി ചുട്ടിട്ട് എന്നെ ഹെൽപ്പാക്കിയെന്ന് പറഞ്ഞാൽ കൈപ്പത്തൽ ചൂടുന്ന. കൈപ്പത്തൽ ഞങ്ങൾക്ക് ആർക്കും ചൂടാൻ അറിയില്ല, ഓൾക്കി അറിയും. അപ്പോൾ ഈ പള്ളിക്കറിയെല്ലാം ആക്കിയിട്ടാകുമ്പോഴത്തേക്ക് മട്ടൻ കുറുമലാക്കിയിട്ടാകുമ്പോൾ കൈപ്പത്തലാക്കാന്ന് ഉടനെ പറഞ്ഞു. അങ്ങനെ കൈപ്പത്തലാക്കുന്നുണ്ട്. കൈപ്പത്തലാക്കാനും നല്ല കഷ്ടമുണ്ടാവേ, അത്ര തന്നെ ടേസ്റ്റും ഉണ്ട്. നെയ്പ്പത്തലും കൂടെ ആക്കാൻ ഉടനെ ഹെൽപ്പാക്കി ബൽക്കി തന്നെ ഇതാക്കിയത്. നെയ്പ്പത്തൽ നല്ല പാങ്ങയിനവേ. ബൽക്കിൻ്റെ നല്ല അടിപൊളിയാണ്. കൈപ്പത്തലാണെങ്കിൽ നെയ്പ്പത്തലാണെങ്കിൽ ബൽക്കി നല്ല അടിപൊളിയിൽ ഫുഡെല്ലാം. പിന്നെ ഞാൻ ഈ സൈഡിൽ പുട്ടും കൂടെ ആക്കിയതിന്. മട്ടൻ കുറുമാവും പുട്ടൊരു ഭയങ്കര കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് റാഷിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഇത്. അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കിന്. ഇതെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ച് കൈപ്പത്തലും നെയ്പ്പത്തലും പുട്ടും ബീഫ് പള്ളിക്കറിയും മട്ടൻ കുറുമയും കോഴി കാച്ചത് തട്ടുകട സ്റ്റൈൽ കോഴി കാച്ചതവ ചിക്കൻ ഫ്രൈ പിന്നെ കട്ടൻ ചായയും. അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കട്ടൻ ചായ. അങ്ങനെ എല്ലാം കൂടെ ഫുഡെല്ലാം കഴിച്ച് ഇനി ഒരു ഔട്ടിങ്ങാണ്. ഞാനും എൻ്റെ ഏട്ടൻ്റെോളും എൻ്റെ പെങ്ങളും റാഷിൻ്റെ അടുത്ത് എൻ്റെ ബ്രദറിൻ്റെ വൈഫും പെങ്ങളും ഞങ്ങൾ മൂന്നാളും കൂടെ ഔട്ടിങ്ങിന് പോയത്. ഞാൻ ഹാപ്പിയും ബുത്തുവും കൂടെ ഔട്ടിങ്ങിന് പോയത്. കാസർഗോഡ് ബേക്കാച്ചി അങ്ങനെ കുറച്ച് സ്ഥലത്തെല്ലാം ജ്വല്ലറി ഷോപ്പിംഗ് അങ്ങനെ എല്ലാവരും പോയത്. പക്ഷെ നല്ല അടിപൊളി ഉണ്ടായി. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്കും ചെറിയ കുഞ്ഞിൻ്റെ ബുത്തുക്കും ചെറിയ കുഞ്ഞിനെ അങ്ങനെ രണ്ടാളും പുരയിൽ കുഞ്ഞിനെ ആക്കിയിട്ട് ഇങ്ങനെ എന്നാൽ എല്ലാം ഫുഡെല്ലാം കഴിച്ച് ഐസ്ക്രീമെല്ലാം തോന്നുന്നു നല്ല എൻജോയ് ചെയ്ത് നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്ത് തിരിച്ച് വന്ന് അത് ജസ്റ്റ് ഇതിൻ്റെ ഇടയിൽ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു വിരുന്ന് തന്നെയാണ് കേട്ടോ. അനിയൻ്റെ ഫ്രണ്ടും വൈഫെല്ലാം വരുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാനും ബൽക്കി അനിശയെല്ലാം കൂടി ഫുഡ് ആക്കുന്നുണ്ട്. മന്തി ബൽക്കി ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അനിച്ച് ചിക്കൻ്റെ മസാല ആക്കിയതിന്, ഞാൻ ചെമ്മീൻ്റെ റോസ്റ്റും ആക്കിയതിന്, ബീഫ് കറി ആക്കിയതിന്. ബീഫ് കറി കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ബൽക്കി അന്നാക്കിയ എമ്മനി റൊട്ടി ആക്കിയതിന്. പിന്നെ ഞാൻ മട്ടൻ്റെ കുറുമ ആക്കിയതിന്, അൻഷി അയക്കൂറ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉമ്മ വെച്ച കറി. ഇത് ഞങ്ങൾ കാസർഗോഡ് ഒരു സ്പെഷ്യൽ കറിയാണ്. മുട്ടയും കോട്ടലും രണ്ടും കിട്ടും. ഇപ്പം മുട്ട അത് വെച്ചിട്ടൊരു കറി നല്ല ഇഷ്ടപ്പെട്ടൊരു ഇതട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ ബൽക്കിൻ്റെ കൈപ്പത്തലും ഉണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി.
ചിക്കൻ മന്തിയും യമനി റൊട്ടിയും കൈപ്പത്തലും മട്ടൻ കുറുമാവും ബീഫ് കറിയും കോയിൻ്റെ മുട്ടൻ്റെ കറിയും ചെമ്മീൻ റോസ്റ്റും ചിക്കൻ മസാലയും എല്ലാം ആയിട്ട് ഫുഡെല്ലാം റെഡിയായി. പിന്നെ മന്തീൻ്റെ ചട്നി രണ്ടാക്കിന്, തക്കാളി ചട്നിയും മിൻറ്റ് ചട്നി എല്ലാം ആക്കിയതിന്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയത്, ബീഫിൻ്റെ ലിവർ വെച്ചിട്ട് ഒരു പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയാണ് ഞാൻ, അത് എനിക്ക് പറയാൻ വിട്ടായി. പിന്നെ കട്ടൻ ചായയും അങ്ങനെ എല്ലാം ആയിട്ട് ഫുഡെല്ലാം റെഡിയായി. ഒരു ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഡെസേർട്ടെല്ലാം ബൽക്കി തന്നെ ആക്കിയത്. കോക്കനട്ട് പുഡിങ്, ഞങ്ങൾ പൊണ്ടത്തിൻ്റെ പുഡിങ് എന്ന് പറയില്ല, അതും കസ്റ്റർഡും ഫ്രൂട്ട്സും. അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇത്. ഞാൻ എമിറേറ്റ്സിൽ ഗോൾഡ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേന്. ഇത് കുറേ റീൽസ് കുറേ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ കമൻസും വന്നായിരുന്നു ഞാനിട്ടൊരു വീഡിയോയിൽ എമിറേറ്റ്സ് നല്ല കളക്ഷൻ അത് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എടുത്തത്. ഈ കാണിച്ച മാല 3 എടുത്ത്, പിന്നെ ഈ 2 റിങ് എടുത്തായിരുന്നു. ഈ 2 റിങ്ങും ഉമ്മക്ക് വേണ്ടിയിട്ട് എടുത്തത്, ബ്ലാക്ക് കളർ. പിന്നെ ഈ ബ്ലൂ എടുത്തത് ഏട്ടത്തേക്ക് ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അപ്പോൾ ഓൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബ്ലാക്ക് റിങ്ങും പിന്നെ ഒരു താലിയും കൂടെ എടുത്ത്, അങ്ങനെ എല്ലാം കൂടെ ഒരു പെട്ടെന്ന് തന്നെ ബില്ലിലാക്കി തന്ന് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ പൊരക്കെത്തിയിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഭയങ്കര വേറെ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് അല്ല. പൊന്നെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എല്ലാം അത് ഇത്രയാണ് മാല ഞാൻ എടുത്തത്. എല്ലാം ഉണ്ട് ഇതിൽ, മാലയും റിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ പൊരക്കെത്തിയിട്ടാകുമ്പോൾ ആ വീഡിയോയിൽ അത്ര പാങ്ങ് കാണുന്നില്ല, പക്ഷേ ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഏട്ടത്തി കൊടുക്കാനുള്ള ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ച്. ഈ വീഡിയോ എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ സർപ്രൈസ് ആക്കിയിട്ട് അവൾക്ക് കേക്കും റിങ്ങെല്ലാം കൊണ്ട് പോകാറിഞ്ഞിട്ട് പിന്നെ ഞാൻ കേക്ക് മേങ്ങാനായിട്ട് ഉപ്പാൻ്റെ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കേക്ക് എടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ കേക്കാണ് എടുക്കുന്നത്. ഓൾ തന്നെ വലിയൊരു ബേക്കർ, എൻ്റെ വീഡിയോസെല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഓൾ എല്ലാ കേക്ക് ഉണ്ടാക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് കേക്കെല്ലാം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഓൾക്ക് ബർത്ത്ഡേക്ക് ഓളോട് കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെറിയ കേക്ക് മേങ്ങിയത്. പിന്നെ ഫുഡ് മേങ്ങാൻ വന്നിട്ടുണ്ട്, അൽഫാമും കുബൂസും പൊറോട്ട അങ്ങനത്തെ എല്ലാം മേങ്ങിയത്. അങ്ങനെ എല്ലാം ഫുഡെല്ലാം മേങ്ങിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഞങ്ങൾ പറയാണ്ട് പോയതാവേ. പിന്നെ ഞാൻ കേക്ക് കട്ടിൻ്റെ അടിയിൽ വെച്ചത് ഫുഡ് കാണിച്ചിട്ട് പറഞ്ഞ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ കേക്ക് എടുത്തിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇതിനാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കേക്ക് എടുത്തിട്ട് ബൽക്കിനെ ഇങ്ങനെ വിളിച്ചത്, സർപ്രൈസ് ആക്കിയിട്ട് കൊടുത്തത്. ബൽക്കിക്ക് ഭയങ്കര സർപ്രൈസ് ആയിന്. പിന്നെ ഫുഡ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെല്ലാം വാങ്ങിയെന്ന്. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിക്കാനിരുന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് കേക്കെല്ലാം കൊടുത്തിട്ടായി. ഇനി റിങ് ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ബൽക്കി. അങ്ങനെ വൽക്കീനെ സർപ്രൈസ് ആക്കി. എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വൽക്കിക്ക് സർപ്രൈസ് ആക്കാൻ നോക്കലുണ്ട്. പണ്ട് മുതലേ അങ്ങനെ കോളേജിൽ പഠിക്കുമ്പോഴേ ബൽക്കിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് എല്ലാം കൊടുക്കുന്നത് പോലെ എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസ് കൊടുക്കലുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.